നമസ്കാരം. തമിഴ് സിനിമയിലെ മുടിചൂടാൻ മന്നനാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ഒരു തമിഴ് നടൻ എന്ന നിലയിൽ രജനീകാന്തിനോളം പ്രശസ്തി മറ്റാർക്കും ഇതുവരെ തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ മുതൽ പ്രധാനമന്ത്രിയോട് പേഴ്സണലായി അടുപ്പം പുലർത്തുന്ന രാജ്യത്തെ ഒരേ ഒരു ചലച്ചിത്ര താരവും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആയിരിക്കും. തമിഴ് സിനിമയിൽ ഏറ്റവും ഹിറ്റുകൾ വാരിക്കൂട്ടിയ തമിഴ് സിനിമയിലെ മറ്റൊരു തരത്തിൽ കൊണ്ടെത്തിച്ച താരമെന്ന നിലയിൽ രാജ്യമെമ്പാടും രജനീകാന്തിന് കിട്ടുന്ന ബഹുമാനവും വളരെ വലുതാണ്. രാഷ്ട്രീയക്കാർ, ചലച്ചിത്ര പ്രവർത്തകർ, കായിക രംഗത്തെ പ്രമുഖർ, ശതകോടീശ്വരന്മാർ ഇവർക്കിടയിലെല്ലാം രജനീകാന്തിനും വലിയ സ്വാധീനമുണ്ട്. രജനീകാന്തും അംബാനി കുടുംബവുമായുള്ള ബന്ധവും പലപ്പോഴായി പല വേദികളിലും ജനങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. മുകേഷ് നിത അംബാനി ദമ്പതിമാരുടെ മകൻ ആനന്ദ് അംബാനിയുടെ ബ്രഹ്മാണ്ഡ വിവാഹത്തിന് രജനീകാന്തും കുടുംബവും എത്തുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നടനാണെങ്കിലും രജനിയുടെ സിംപ്ലിസിറ്റി വളരെയധികം ചർച്ചയാകാറുണ്ട്. വെട്ടിത്തിളങ്ങുന്ന വസ്ത്രങ്ങളും എക്സ്പെൻസീവ് കാറുകളിലും പലരും വന്നിറങ്ങുന്ന ചടങ്ങിൽ രജനി എത്തിയത് വളരെ സിമ്പിളായ ഒരു ബനിയനും ട്രാക്ക് സ്യൂട്ട് മോഡലിലുള്ള ഒരു പാൻറ്റും ധരിച്ചാണ്. രജനിയുടെ ഒരു ആരാധകനായതുകൊണ്ട് തന്നെ മുകേഷ് അംബാനി പ്രത്യേകമായി അദ്ദേഹത്തിന് പ്രൈവറ്റ് ജെറ്റ് ഏർപ്പാടാക്കി കൊടുത്തിരുന്നു. ആ ജെറ്റിലാണ് രജനിയുടെ കുടുംബം, ഭാര്യ ലതയും മകൾ ഐശ്വര്യയും അംബാനിയുടെ മകന്റെ വിവാഹത്തിന് എത്തിയത്. ആഡംബരത്തിന്റെ എക്സ്ട്രീം എന്നൊക്കെ പറയുന്നത് പോലെ അംബാനി ഒരുക്കിയ ആഡംബര വസതിയിലാണ് രജനിയും കുടുംബവും വാരാന്ത്യം ചെലവഴിച്ചത്. ഇതിൽ സന്തോഷമുണ്ടെന്ന് ഐശ്വര്യ രജനീകാന്ത് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. പ്രൈവറ്റ് ജെറ്റിൽ രജനീകാന്തും കുടുംബവും സഞ്ചരിക്കുന്നതിന്റെയും ആഡംബര വസതിയിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെയും ചിത്രങ്ങൾ ഐശ്വര്യ തന്നെ എക്സിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ആതിഥേയരായ നിത അംബാനിക്കും മുകേഷ് അംബാനിക്കും നന്ദിയെന്നാണ് ഐശ്വര്യ പറയുന്നത്. 3 ദിവസങ്ങളിലായാണ് 1000 കോടി രൂപ ചെലവിൽ അംബാനിയുടെ മകനായ ആനന്ദിന്റെയും രാധികയുടെയും വിവാഹം നടക്കുന്നത്. വിവാഹമല്ലാത്ത പ്രീ വെഡിംഗ് ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ തന്നെ ഏകദേശം 800 കോടിയിലേറെ രൂപയാണ് പ്രീ വെഡിംഗ് ചടങ്ങുകൾക്ക് മാത്രമായി അംബാനി കുടുംബം പൊടിച്ചിരിക്കുന്നത്. രജനീകാന്ത് മാത്രമല്ല, അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റോയ് അടങ്ങുന്ന കുടുംബങ്ങളും ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, അമീർ ഖാൻ, സൈഫ് അലി ഖാൻ, കരീന കപൂർ, മാധുരി ദീക്ഷിത്, വരുൺ ധവൻ, അനിൽ കപൂർ, സാറ അലി ഖാൻ, ഇബ്രാഹിം അലി ഖാൻ, അനന്യ പാണ്ഡെ, ആദിത്യ റോയ് കപൂർ, സിദ്ധാർത്ഥ് മൽഹോത്ര, കിയാര അദ്വാനി തുടങ്ങി വിവിധ ബോളിവുഡ് താരനിരയും അംബാനി വിവാഹത്തിനായി അണിനിരന്നു. ഇവർക്ക് പുറമെ കായിക താരമായ മഹേന്ദ്ര സിംഗ് ധോണിയും ലോക പ്രശസ്ത പോപ്പ് സിംഗറായിട്ടുള്ള റിഹാനയും അംബാനി കുടുംബത്തിന്റെ ചടങ്ങിനായി പറന്നെത്തി. വൻ തുക മുടക്കിയാണ് താരങ്ങളെ അംബാനി അണിനിരത്തിയത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. 3 ഖാൻമാരും ഒന്നിച്ചപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ അത് വലിയൊരു അത്ഭുതമായി മാറി. ഷാറുഖും അമീറും സൽമാനും ഒരുമിച്ച് ചേർന്ന് ഒരു സിനിമ ചെയ്യാൻ പോകുന്നില്ലേ എന്ന ചോദ്യത്തിന് അതിനൊരു പ്രൊഡ്യൂസർ ഇനി ഇന്ത്യയിൽ ജനിച്ചു വരണം എന്ന രീതിയിലുള്ള ഷാറുഖ് ഖാന്റെ വീഡിയോകളും ട്രോളന്മാർ കുത്തിപ്പൊക്കി. ഇതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലും ട്രോളുകളിലും അംബാനി വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ച കൊഴുക്കുകയാണ്. അതേസമയം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് അംബാനിയുടെ വിവാഹവേദിയിലും വിവാദത്തിന് കുറവില്ല. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായി നിൽക്കുമ്പോൾ തന്റെ കെയർ ടേക്കറോട് രജനീകാന്ത് മാറി നിൽക്കാൻ പറയുന്നത് തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ അത് അദ്ദേഹത്തിന്റെ കുടുംബ ഫോട്ടോയാണെന്നും അതിൽ കെയർ ടേക്കർ എന്തിനാണെന്നും വാദിച്ചുകൊണ്ട് രജനി ആരാധകരും ശക്തമായി രംഗത്തുണ്ട്. 600 കോടിയിലേറെ കളക്ഷൻ നേടി തരംഗം സൃഷ്ടിച്ച ജയിലർ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി രജനീകാന്ത് യോഗി ആദിത്യനാഥിനെ കണ്ടിരുന്നത് വലിയ വിവാദമായിരുന്നു. യോഗിയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കുന്ന രജനിയുടെ ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. അതേസമയം താൻ സന്യാസിമാരുടെ കാലിൽ വീഴുന്നത് ആദ്യമല്ലെന്നും യോഗി ഗോരഖ്പൂർ മഠാധിപതിയാണെന്നും രജനി പ്രതികരിച്ചു. ഇതിനുശേഷം അംബാനി വേദിയിൽ എത്തിയപ്പോഴാണ് അടുത്ത വിവാദവും പൊട്ടിപ്പുറപ്പെടുന്നത്. രജനിയും വിജയും തമ്മിലുള്ള വലിയ യുദ്ധത്തിന് തുടക്കമെന്ന നിലയിൽ ജയിലർ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ കാക്കയും കഴുകും തമ്മിലുള്ള കഥ രജനി അവതരിപ്പിച്ചതിന് വൻ പ്രചാരമാണ് തമിഴ്നാട്ടിൽ ലഭിച്ചത്. ലാൽ സലാം സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ താനത് വിജയ് എന്ന നടനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ലെന്നും വിജയ് എന്റെ കൺമുന്നിൽ വളർന്ന പയ്യനാണെന്നും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കാൻ പോകുകയാണെന്നും പറഞ്ഞ് രജനി തന്നെ ആ വിവാദം അവസാനിപ്പിച്ചിരുന്നു. ബാക്ക് ടു ബാക്ക് വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ രജനിയുടെ സൂപ്പർ സ്റ്റാർട്ടത്തിന് ഇതുവരെ ഇളക്കം തട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വിഗ് വയ്ക്കാതെ മേക്കപ്പ് ധരിക്കാതെ ഒരു പച്ച മനുഷ്യനായി വേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന രജനീകാന്ത് അതേ ലുക്കിൽ തന്നെയാണ് അംബാനിയുടെ മകന്റെ വിവാഹത്തിനും എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.